ആൻഡ് നമ്മളിന്ന് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മണ്ടലാണ് വരയ്ക്കുന്നത്. ഐ ഗോണ യൂസ് ഞാൻ സ്കെച്ച് വെച്ചിട്ടാട്ടോ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. സോ നമ്മളിതിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മണ്ഡല ഉണ്ട്. സോ ഗോണ ഡ്രോ ദ ഫസ്റ്റ് മണ്ഡല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ മണ്ഡല. ഇതിൻ്റെ ഉള്ളിൽ ടൈനി ടൈനി മണ്ഡലസ് ഉള്ളിൽ വേറെ ലെയേഴ്സ് ഞാൻ വരയ്ക്കുന്നുണ്ടാവും. ബട്ട് ദിസ് ഇസ് എ ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇത് 4 പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 വശത്തും ഓരോരോ പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിൻറ്റിൽ വെച്ചിട്ട് ഞാൻ എന്താ ഒരു സർക്കിൾ കൂടെ വരച്ചു. ഓക്കെ, ഇനി അതേപോലെ സെയിം മെഷറിലാണ് കേട്ടോ. മെഷേഴ്സ് ഒന്നും മാറിയിട്ടില്ല, സെയിം മെഷറിലാണ്. ഇങ്ങനെ ഒരു ലെയർ വരച്ചു. ഇനി ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ ഒരു മണ്ഡല, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ മണ്ഡല വരെ. അപ്പം ഇതിന് ഒരു 2 ലെയർ കൊടുത്ത പോലെ ഇനി അടുത്ത ലെയർ ഞാൻ എത്ര മെഷർ വരുന്നുണ്ട് നോക്കും. എന്നിട്ട് വീണ്ടും ഈ സെയിം പോയിൻറ്റ്സിൽ വെച്ചിട്ട് തന്നെ ഞാൻ വരച്ചു. അപ്പോൾ ഇത്രയും വരച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സോറി ഗൈസ്, എൻ്റെ ഇതൊന്ന് ഇതാക്കിയതാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫില്ല് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനതൊന്ന് ക്വിക്കായിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. വേറൊരു സ്കെച്ച് യൂസ് ചെയ്തിട്ട് സെയിം ഗ്രീൻ തന്നെയാണ്, ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫുൾ നമ്മൾ ഗ്രീൻ യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. ഞാനിതിൻ്റെ കൂടെ ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു ജെൽപ്പനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജെൽപ്പനും ഈ സ്കെച്ചും വെച്ചിട്ടാണ് നമ്മളിത് ഫുൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഔട്ടറിലുള്ള എല്ലാ ബോർഡേഴ്സും വരച്ചു. ഇനി ഇന്നർ ബോർഡറാണ് വരയ്ക്കാൻ.
നമ്മുടെ എല്ലാ ബോർഡേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ചെറിയ ലെയേഴ്സ് വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റത്തെ ഇതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ, ഒരു ലെയർ, another ലെയർ, ഇത്രയും ലെയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്ററിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ എൻ്റെ ജെൽ പെൻ എടുത്തു. ഇങ്ങനെ 4 ഡയറക്ഷനിലേക്ക് ആദ്യം ഒരു ലൈൻസ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക, 2 സൈഡിലേക്കും കൊടുക്കുക. വീണ്ടും ഒരു ലൈൻ 2 സൈഡിലേക്ക് വരും. നമുക്കുള്ളിൽ ചെറിയ ചെറിയ ലൈൻസ്, ടൈനി ലൈൻസ് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത സർക്കിളാണ്. അതിൽ നമ്മൾ സ്പൈറൽസ് ആണ് കൊടുക്കുന്നത്. ഇത് നല്ല കോംപ്ലെക്സ് മണ്ഡലയാണ് കേട്ടോ. ലൈക്ക് ഒരു സിംഗിൾ കളറിലുള്ള എല്ലാ ലെയറിലും വർക്ക് വരുന്ന, rather than ഫില്ലിങ്ങിനെക്കാട്ടും വർക്ക് വരുന്ന മണ്ഡലം. ഇതൊരു ലെയർ. ഇനി അടുത്ത ലെയറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇങ്ങനെ സ്ക്വയർ പോലെയുള്ള പെറ്റൽസാണ്. നമ്മൾ നേരത്തെ പൂ പോലെ വരയ്ക്കുന്നതിന് നമ്മളൊരു ചെറിയ ഇത്തിരി കേവായിട്ട് സ്ക്വയർ പോലെ ആക്കി കൊടുക്കണം. അതായത് യു ഡ്രോ ലൈൻ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുക, വീണ്ടും കർവ് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടെ കൊടുക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ലൈൻസ്, ടൈനി ലൈൻസ്. അന്നത്തെ ലൈന് ഒരു ലെയറും കഴിഞ്ഞു. ഇനി അടുത്ത ലെയറാണ്. അപ്പോൾ അടുത്ത ലെയറിൽ നമ്മൾ കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു പാറ്റേൺ, കർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ്. അതിൻ്റെ ഉള്ളിലും ഇതുപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ജെൽ പെന്ന് പോലത്തെ ഷാർപ്പ് പെന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനി കളറിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ അധികം ഫുൾ ഗ്രീൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്കൊരു തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഗ്രീൻ എടുത്തതാണ്. എൻ്റെ ഹെഡ് മാച്ചിങ് ജെൽ പെന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പെറ്റൽ വരച്ച് കഴിഞ്ഞല്ലേ. ഇനി ഈ പെറ്റലിനെ എല്ലാം ഞാൻ ഇങ്ങനെ നടുവേ ഡിവൈഡ് ചെയ്യാണ്. ഇനി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. വർക്ക് എങ്ങനെ ചെയ്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഈ എൻഡിൽ ഒരു സ്പൈറൽ, എല്ലാത്തിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു സ്പൈറൽ ലൈൻ ഫസ്റ്റ് കൊടുക്കും. നമ്മൾ എല്ലാത്തിലും ആ സ്പൈറൽ കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പെറ്റൽ, ഇങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്പ് പോലെ കൊടുത്താൽ മതിയാവും. നമ്മൾ മറ്റേലൊക്കെ വരയ്ക്കില്ലേ എപ്പോഴും ഒരു പെറ്റൽ, വാട്ടർ ഡ്രോപ്പ് പോലത്തെ ചെറിയൊരു ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് അവസാനിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇനിയുള്ളത് ഇപ്പുറത്തെ സൈഡ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ സ്ലാൻഡിങ് ലൈൻസ്.
നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇസ് ആക്ച്വലി ഓവർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈന് നമുക്കൊന്ന് കീപ്പ് ഇറ്റ് അവിടെയും കൂടെ വർക്ക് കൊടുക്കാം. പക്ഷെ അത് കുറച്ച് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത സെറ്റ് ഇതിലും ഒരേ ഡിസൈൻ ആയിരിക്കും, ഇത് രണ്ടെണ്ണത്തിലും ഒരേ ഡിസൈൻ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞാൻ ലൈന് ഇപ്പുറത്തും വരയ്ക്കും സെയിം മെഷറിൽ. ഇനി ഞാനിവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ താഴ്ത്തി സെയിം മെഷറിൽ ഞാനിവിടെ വരയ്ക്കും. കാരണം അവർ രണ്ടുപേരും ഒരേ ഇതിൻ്റെ പകുതി പോലെയാണ്. അപ്പോൾ നമുക്കിനി അത് ഫില്ല് ചെയ്യാം. ഇനി അവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇത് മൊത്തം ഗ്രീന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അവിടെ രണ്ടും സെയിം ഫില്ല്. ഇനി ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലെയർ. നെക്സ്റ്റ് ലെയറിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ പെറ്റൽസ് കേട്ടോ, വളരെ തിന്നായിട്ടുള്ള പെറ്റൽസാണ് വരയ്ക്കേണ്ടത്. ക്ലിയറായില്ലേ? ഇനി ലെറ്റ്സ് ഡ്രോ. ഇനി അടുത്തൊരു ഇത് കൂടെ നമുക്ക് കൊടുക്കാം. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ഇറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻസ് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ വരച്ചില്ലേ. ഇനി ഇതിൻ്റെ ഇടയിൽ ലൈൻ വരയ്ക്കാം, അതിൻ്റെ ഇടയിൽ 2 ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. സെയിം ഈ സൈഡിൽ. ഇതിൻ്റെ ഇടയിൽ
ആ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇതിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെക്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഫില്ലിങ് പോലും നമ്മളിവിടെ മാത്രമേ ഫില്ലിങ്സ് വരുള്ളൂ. അപ്പോൾ ഈ ചെക്കിലൊന്നും ഫില്ലിങ്സ് വരില്ല. കൊടുത്തു. ഇനി നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ എസ് എഴുതിയിട്ടുണ്ട്. വീണ്ടും ഇപ്പുറത്തെ എസ് എഴുതുമ്പോൾ ഇവിടെ നിന്ന് ഒരു സി കൊടുക്കും. അതായത് ഒരു സി, ദെൻ ഒരു എസ്, ഒരു സി, ഒരു എസ്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാനാണ് ഞാനിങ്ങനെ പറയാം. ആദ്യം ഒരു സി, ഇംഗ്ലീഷ് ആൽഫബറ്റ് സി വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു എസ്. ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ വരയ്ക്കണ്ടേ, ആ ഒരു ഐഡിയ എങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത്. സെയിം ഇവിടെ സൈഡിൽ കേട്ടോ. ഒരു സി കൊടുക്കുക, ഒരു എസ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. സെയിം ഡിസൈൻ തന്നെ കൊടുക്കുക. അതിൻ്റെ ഉള്ളിലൊരു ലൈൻ, സെയിം ചെറുതായിട്ട് ഒരു ലൈൻ, ഇതേ ഡിസൈൻ ചെറുത് ഒരു ലൈൻ. ഇനി ലാസ്റ്റ് ലൈനിൽ നമ്മൾ ഉള്ളിൽ കൊടുത്ത സ്പൈറലില്ലേ, ആ സ്പൈറൽ നമ്മൾ ഒന്നുകൂടെ വരയ്ക്കും. അത് കുറച്ച് ഫുൾ ഫില്ലായി നിൽക്കാനാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മണ്ഡല കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഫുൾ ഫില്ല് നമ്മൾ പ്രിൻ്റ് വരച്ചിട്ടുള്ള മണ്ഡലയാണ്. ആകെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലയാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.